ഹായ്, നമ്മളിന്ന് ഒപ്പാം ആണ് നോക്കാൻ പോകുന്നത്. ഒപ്പാം നമുക്കറിയാം എന്താണ് ഫുൾ ഫോം എന്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണ് ഒപ്പാം എന്ന് പറയുന്നത്? നമുക്ക് ചില പാർട്ടിക്കുലർ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ സാധാരണ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, വോൾട്ടേജ് ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സർക്യൂട്ട്സ് എല്ലാം ഭയങ്കര ബൾക്കി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷൻസിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് IC ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒപ്പാം എന്ന് പറയുന്ന സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയണ പോലെ പല ആപ്ലിക്കേഷൻസും, അതായത് അർത്ഥമെറ്റിക് സർക്യൂട്ട്സ് അടക്കം നമുക്ക് ഈ ഒപ്പാമ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ആംപ്ലിഫിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻ കൂടാതെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ ഇതെല്ലാം നമുക്ക് ഈ ആംപ്ലിഫയറിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് ഓപ്പറേഷണൽ എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പം മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ തന്നെയാണിത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് ഒപ്പാമിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സിമ്പിൾ ഇതാണ്. ഇവിടെ രണ്ട് ഇൻപുട്സ് വരുന്നുണ്ട്, ഒന്ന് ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഒന്ന് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും. ദെൻ രണ്ട് പവർ സപ്ലൈ വരുന്നുണ്ട് ആൻഡ് ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലി വരുന്ന ഒരു ഒപ്പാമിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്മോളർ സൈസ് ആണ് അല്ലേ, റിലയബിലിറ്റി ഹയർ ദാൻ കൺവെൻഷണൽ ആംപ്ലിഫയർ ആണ്, റെഡ്യൂസ്ഡ് കോസ്റ്റ് ആണ്, ലെസ് പവർ കൺസംഷൻ, ഈസി ടു റീപ്ലേസ് ആൻഡ് സെയിം ഒപ്പാം ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയസ് ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതൊരു വോൾട്ടേജ് ആംപ്ലിഫയർ തന്നെയാണ് വിത്ത് ഹൈ വോൾട്ടേജ് ഗെയിൻ ഓഫ് 10 raised 2 into 10 raised to 5 or 10 raised to 6 dB. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഒപ്പാം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇതാണ് കാര്യങ്ങൾ. ഇനി ഒപ്പാം ഞാൻ നേരത്തെ പറഞ്ഞൊരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻപുട്ട് സ്റ്റേജ്, നമുക്ക് 4 സ്റ്റേജാണ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഇൻപുട്ട് സ്റ്റേജ് വരുന്നുണ്ട്. ഈ ഇൻപുട്ട് സ്റ്റേജിൽ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്യുവൽ ഇൻപുട്ട് ആൻഡ് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഡ്യുവൽ ഇൻപുട്ട് ആൻഡ് ബാലൻസ്ഡ് ഔട്ട്പുട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇൻപുട്സ് ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് സ്റ്റേജിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. രണ്ട് ഇൻപുട്സ് ഉണ്ട്. ഓക്കെ, ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ്. ഇവിടെ നമുക്ക് ഇൻപുട്ട് സ്റ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട കാര്യമാണ് വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കണം ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജിൽ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഗുഡ് ആംപ്ലിഫയർ ആവുള്ളൂ. ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗുഡ് ആംപ്ലിഫയറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എന്താണ് ഹൈ ഗെയിൻ അല്ലേ, ഹൈ ഗെയിനും ആയിരിക്കണം ഇതിന്. അപ്പം ഹൈ ഗെയിനും ആയിരിക്കണം. ആൻഡ് ഇത് ഒരു ഡയറക്ട്ലി കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് ആൻഡ് ഹൈ CMR ആണ്. എന്താണ് CMRR എന്നുള്ളത് ഞാൻ അടുത്ത വരുന്ന ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് ലെവൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, വോൾട്ടേജ് ലെവലിനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ ഡയറക്റ്റ് കപ്പിളിൽ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഇങ്ങനെ നമുക്ക് ആംപ്ലിഫയർ സർക്യൂട്ട് ട്രാൻസിസ്റ്റർ ആണ് അല്ലേ, രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളക്ടറിൽ നിന്ന്, രണ്ടിൻ്റെയും കളക്ടറിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. അതിനാണ് നമ്മൾ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം നെക്സ്റ്റ് ഇതെന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് വോൾട്ടേജ് ലെവൽ ഇൻക്രീസ് ചെയ്ത് ഇന്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് പോവാണ്. അപ്പം ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, പക്ഷെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ്. അപ്പം നമുക്ക് രണ്ട് ഇൻപുട്ട് വരുന്നുണ്ട്, പക്ഷേ എന്ത് സംഭവിക്കും, ഏതെങ്കിലും ഒരു കളക്ടറിൽ നിന്ന്, ഓക്കെ, അതായത് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഇതൊരു ട്രാൻസിസ്റ്റർ, ഓക്കെ, ഇതും ഒരു ട്രാൻസിസ്റ്റർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന്, ബാക്കി ഇവിടെ ഗ്രൗണ്ടിൽ ഒരെണ്ണത്തിൽ നിന്നായിരിക്കും ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെയും നമ്മൾ ഒരു മോഡറേറ്റ്ലി അല്ലെങ്കിൽ ഒരു ഗെയിൻ സ്റ്റേജ് ആണ്, ഒരു മോഡറേറ്റ്ലി ഹൈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്ക് പറയാം, ആൻഡ് ഹൈ വോൾട്ടേജ് ഗെയിൻ ആണ്, ഒരു മോഡറേറ്റ് സ്റ്റേറ്റിലോട്ട് വരണം. അപ്പം ഇവിടെ സംഭവിക്കുന്നത് ആക്ച്വലി ഈ സ്റ്റേജിൽ ഡയറക്റ്റ് കപ്ലിംഗ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഡയറക്റ്റ് കപ്ലിംഗ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ഡി സി ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, ഡി സി ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. അപ്പം ആ ഷിഫ്റ്റ് അവിടെ നമ്മൾ ഷിഫ്റ്റ് ഉണ്ടാവുകയും എന്തെങ്കിലും എറർ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ഔട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നിന്ന് എവിടെയായി ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിലോട്ട് വരികയാണ്. ഓക്കെ, ഒരു ഡി സി ഷിഫ്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു, ആ ഷിഫ്റ്റിനെ നമുക്ക് ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ എറർ മിനിമൈസ് ചെയ്യണം. ഓക്കെ, അപ്പം മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എമിറ്റർ ഫോളോവർ ആണ് വിത്ത് കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കറണ്ട് ആംപ്ലിഫയർ ആണ് വരുന്നത്. ആൻഡ് എന്ത് ചെയ്യും, ഈ ഷിഫ്റ്റ് ചെയ്ത ആ ഒരു വോൾട്ടേജിനെ നമ്മൾ സീറോയിലേക്ക് എത്തിക്കും. ഓക്കെ, ഷിഫ്റ്റ് ചെയ്ത വോൾട്ടേജിനെ നമ്മൾ സീറോയിലോട്ടേക്ക് എത്തിക്കും. അതായത് ഈ ഡയറക്റ്റ് കപ്ലിംഗ് കാരണം ഒരു ലെവൽ ഷിഫ്റ്റിംഗ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ആൻഡ് ആ ഷിഫ്റ്റിംഗ് എന്ത് ചെയ്യുന്നു, അവിടെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫൈ ചെയ്ത് വരുന്ന ലെവൽ ഷിഫ്റ്റിനെ എന്ത് ചെയ്യും, ഇറ്റ് ബ്രിങ്സ് ടു 0 വോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് ആര് ചെയ്യുന്നു, ഈ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഈ എമിറ്റർ ഫോളോവർ അവിടെ ചെയ്യാണ്. ദെൻ വരുന്ന ഔട്ട്പുട്ട് സ്റ്റേജിൽ ഒരു പുഷ് പുൾ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ, അത് ഏത് പവർ ആംപ്ലിഫയർ ആണ് അല്ല, ആക്ച്വലി അത് ഏത് ക്ലാസ് ആണ്, ക്ലാസ് ബി. ഓക്കെ, അപ്പം പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യാണ്. അപ്പം ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടും അല്ലേ, അതേപോലെ കറണ്ട് ഡെലിവറിങ് കേപ്പബിലിറ്റി കൂട്ടും, ആൻഡ് ദെൻ ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫോർത്ത് സ്റ്റേജിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഓരോ സ്റ്റേജും നോക്കുക, ഓരോ സ്റ്റേജിലും എന്താണ് ഉപയോഗിക്കുന്നത്, അവിടെ എന്ത് പർപ്പസാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ഇനിയിപ്പോൾ ഐ സിയുടെ ഓരോ മാനുഫാക്ചേഴ്സ് നമ്മൾ എക്സാമിനെ ഉദ്ദേശിച്ചാണ് ഇതിട്ടിരിക്കുന്നത്, എക്സാമിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഓരോ മാനുഫാക്ചേഴ്സിനനുസരിച്ച് അവർ കൊടുക്കുന്ന കോഡുകളാണിത്. ഓക്കെ, അവർ കൊടുക്കുന്ന കുറച്ച് കോഡുകളാണ്, അത് നോക്കാം. ഫെയർ ചൈൽഡ് എന്ന് പറയുമ്പോൾ MU-A നാഷണൽ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ LM LH LF TBA, മോട്ടറോള MCMFC, RCA എന്ന് പറയുന്ന കമ്പനി CACD, ദെൻ ടെക്സാസ് ഇൻസ്ട്രുമെന്റ് SN, സിഗ്നെറ്റിസ് N/S അല്ലെങ്കിൽ വെറുതെ N എന്ന് പറയാം. ഓക്കെ, NE അല്ലെങ്കിൽ SE എന്ന് പറയാം. വെറുതെ ഒരു N കൊടുത്താലും എന്താണ്, സിഗ്നെറ്റിക്സ് ആണ് കേട്ടോ. വെറുതെ ഒരു N കൊടുത്താലും അത് സിഗ്നെറ്റിസ് ആണ്. ദെൻ ബർ ബ്രൗൺ BB, ബർ ബ്രൗൺ. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും ഒരു ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു ജസ്റ്റ് MU-A741C എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ഈ ഫസ്റ്റ് കോഡ് വരുന്ന ലെറ്റർ കോഡ്സ് എന്ന് പറയുന്നത് മാനുഫാക്ചറർ ആയിരിക്കും. ദെൻ വരുന്നത് 741 എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പാമാണ്. പിന്നെ വരുന്ന ലെറ്റേഴ്സ് അത് ഏത് ഗ്രേഡ് ആണെന്നുള്ളത്. ഇപ്പം ലെറ്റർ ഇല്ലാതെ വരികയാണെങ്കിൽ അത് മിലിറ്ററി ഗ്രേഡ് ഒപ്പാമ്പാണ്. അത് യൂസ് ചെയ്യുന്നത് -55 to 125 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ 741C എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഗ്രേഡ് ആണ്. 0 to 75 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ 741A 741E ഒക്കെ ബെറ്റർ വേർഷൻസ് ഓഫ് നേരത്തെ പറഞ്ഞ സ്പെക്കാണ്. ഓക്കെ,
ഇനി 741S എന്ന് പറയുന്നത് മിലിറ്ററി ഗ്രേഡ് വിത്ത് ഹൈ സ്ലീവ് റേറ്റ്. ദെൻ കൊമേഴ്ഷ്യൽ ഗ്രേഡ് ഒപ്പാം വിത്ത് ഹയർ സ്ലീവ് റേറ്റ് ആണ് SC. അപ്പൊ ഇങ്ങനെയുള്ള വേരിയേഷൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ IC പാക്കേജസ് നമുക്ക് 3 തരത്തിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ. ഒന്ന് മെറ്റൽ ക്യാൻ നമുക്ക് 8 പിൻ IC ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ. അതൊരു TO 5 സ്റ്റൈൽ പാക്കേജ് ആണ്. അതായത് ട്രാൻസിസ്റ്റർ ഔട്ട്ലൈൻ പാക്കേജ് ആണ്. ദെൻ പിന്നെ വരുന്ന ഡ്യുവൽ ഇൻ പ്ലാസ്റ്റിക് പാക്കേജും ഡ്യുവൽ ഇൻലൈൻ വെൽ സീൽഡ് സെറാമിക് പാക്കേജ്, സെറാമിക് ഫ്ലാറ്റ് പാക്കേജ്. അപ്പോൾ ഈ ഡ്യുവലില് പ്ലാസ്റ്റിക് പാക്കേജ് ആണെങ്കിൽ നമുക്ക് 8 പിന്നാണ് വരുന്നത്. ദെൻ സെറാമിക് പാക്കേജ് വെൽഡഡ് സീൽ സെറാമിക് പാക്കേജ് ആണെങ്കിൽ നമുക്ക് 14 പിന്നിന്റെ ആണ് വരുന്നത്. ദെൻ ഉള്ളതൊരു ഫ്ലാറ്റ് പാക്കേജ് ആണ്. ദാറ്റ് ഇസ് സെറാമിക് പാക്കേജ് ആൻഡ് ഇറ്റ് ഇസ് ഹാവിങ് 10 ഫ്ലാറ്റ് പാക്ക്. ഓക്കെ. 10 ലെഡ് ഫ്ലാറ്റ് പാക്ക്, 10 പിൻസ് ആണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് 741C ICയുടെ ഒരു പിൻ ഡയഗ്രാം, അതിൻ്റെ ഓരോ പിൻ ഫങ്ഷനിങ്ങും എന്തിനാണെന്നുള്ളതാണ്. അപ്പം ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പം ഇതാണ് പിൻ, 8 പിൻ. ഓക്കെ. നമ്മുടെ ഇതേതാണ് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണ് വന്നിരിക്കുന്നത്. 8 പിന്നിൽ ഫസ്റ്റ് പിൻ ഇസ് ഓഫ്സെറ്റ് നൾ. ഓക്കെ. 5th പിൻ ഇസ് ഓഫ്സെറ്റ് നൾ. ഓക്കെ. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാ? 8th പിൻ നോ കണക്ഷൻ. അപ്പം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ. ഇനി വരുന്നോ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയുന്ന 2ാമത്തെ പിന്നിലും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് 3ാമത്തെ പിന്നിലും. ദെൻ കൊടുക്കേണ്ട സപ്ലൈ വോൾട്ടേജസ് +V 7th പിൻ, -V 4th പിൻ ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6th പിൻ. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കോമ്പൻസേഷൻ റിക്വയർമെന്റ് അല്ല. ഓക്കെ. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓഫ്സെറ്റ് വോൾട്ടേജ് നൾ കേപ്പബിലിറ്റി, ലാർജ് കോമൺ മോഡ് ആൻഡ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് റേഞ്ചസ്. അതെന്താന്ന് ഞാൻ പറയാം. ഈ ഒരു ടേം കോമൺ മോഡ് ആൻഡ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്നുള്ള ടേംസ് എന്താന്ന് ഞാൻ പറയാം. നോ ലാച്ചപ്സ്. ഇനി ഓരോ പിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 8 പിൻ IC ആണ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1ഉം 5ഉം ഓഫ്സെറ്റ് ആണ്. 2 and 3 ആർ ഇൻപുട്ട് റെസ്പെക്റ്റീവ്ലി അല്ലെ. 4ഉം 7ഉം സപ്ലൈ വോൾട്ടേജ്, അതായത് +VCC -VCC. ദെൻ പിൻ 6 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. പിൻ 8 എന്ന് പറയുന്നത് നോ കണക്ഷൻസ്, ഡമ്മി അല്ലെങ്കിൽ ലെഫ്റ്റ് ഓപ്പൺ ആണ്. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞൊരു ബേസ് കൺസെപ്റ്റ് ആണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ആദ്യത്തെ 2 സ്റ്റേജ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഒരു ഐഡിയൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് നമുക്ക് നോക്കാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽസിൽ 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടല്ലേ, ആ 2 ഇൻപുട്ട് ടെർമിനൽസിൽ വരുന്ന സിഗ്നൽസിന്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് 2-3 തരത്തിൽ നമുക്ക് ഈ ഇൻപുട്ട് മോഡ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ. അതായത് നമുക്കിപ്പോൾ ഈ ഒപ്പാമിൽ ഇതിപ്പോൾ ഒരു ഒപ്പാമായിട്ട് ഒപ്പാമാണല്ലേ. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ 2 ഇൻപുട്സ് കൊടുക്കണം. അപ്പം നമുക്ക് ഒരു 3 ഇൻപുട്സ് മോഡ്സ് പറയാം. ഒന്ന് സിംഗിൾ എൻഡഡ് ഡിഫറൻഷ്യൽ മോഡ്. ഓക്കെ. സിംഗിൾ എൻഡഡ് ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിലേക്ക് മാത്രം, അതായത് -+, ഉണ്ട്, അതായത് ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും ഉണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിലേക്ക് മാത്രം എന്ത് കൊടുക്കുക? ഇൻപുട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ഇൻവേർട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ഒരെണ്ണത്തിലോട്ട് ഇൻപുട്ട് കൊടുക്കുക. ഇതാണ് സിംഗിൾ എൻഡഡ് ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുന്നത്. 2 ഡബിൾ എൻഡഡ് ഡിഫറൻഷ്യൽ മോഡ്. ഡബിൾ എൻഡഡ് എന്ന് പറയുമ്പോഴേക്കും 2 ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള ഇൻപുട്സ് ഓരോ ടേമിലോട്ടും കൊടുക്കുക. അതായത്
ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സൈൻ വേവ് ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കൊസൈൻ കൊടുക്കുക. അതായത് 180° ടു ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള രണ്ട് സിഗ്നൽ കൊടുക്കുക. ഒന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ നമുക്ക് രണ്ട് ഫേസ് ആയിട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ കേസിലാണ് നമുക്ക് കോമൺ മോഡ്. കോമൺ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി രണ്ട് ഇൻപുട്ടിലേക്കും സെയിം ഇൻപുട്സ് കൊടുക്കുകയാണ്. സെയിം ഇൻപുട്സ് കൊടുക്കുകയാണ്. ഹാവിങ് സെയിം ഫേസ്, രണ്ടിൻ്റെയും ഫേസ് സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഇത് മൂന്നും സെയിം ആയിട്ടുള്ള നമ്മൾ കൊടുക്കുകയാണ്. അതിനാണ് നമ്മൾ കോമൺ മോഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നൽ ആണെങ്കിൽ നമുക്കതിനെ വി ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ രണ്ട് ടേംസിൻ്റെയും ഇടയിലുള്ളത് വി ഡി, ഡിഫറൻഷ്യൽ ഇൻപുട്ട്, ആൻഡ് ഇറ്റ് ഇസ് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് സിഗ്നൽസ്. ഇനി കോമൺ മോഡ് സിഗ്നൽ ആണെങ്കിലോ രണ്ട് ടേംസും സെയിം ആണ്. അപ്പോൾ നമ്മൾ V1 is equal to V2, ദെൻ ഡിഫറൻഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? വി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും ഇവിടെ, അല്ലേ? ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം ഇവിടെ നമ്മൾ രണ്ട് മോഡ്സിൻ്റെയും സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗെയിൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത് AD എന്ന് പറയും. അതിൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ, അതായത് ഡിഫറൻഷ്യൽ മോഡിൽ AD ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. വേറെ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് എന്താണെന്നറിയാം, V1 മൈനസ് V2 ആണ്. അപ്പം dB പറയുകയാണെങ്കിൽ 20 log this term. ഇനി കോമൺ മോഡിൽ നമുക്ക് പറയുമ്പോൾ ആക്ച്വലി കോമൺ മോഡിൽ VD എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് VC ആണ്. അപ്പോൾ ഈ VD എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, V1 മൈനസ് V2 is equal to 0 വരണം. പക്ഷെ ഇതാണ് ഐഡിയൽ കണ്ടീഷൻ. പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെ വരില്ല. പ്രാക്ടിക്കലി 0 ഇൻപുട്സ് വരില്ല. നമുക്കൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആണ് കോമൺ മോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മൾ ആവറേജ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആണ്. അപ്പോൾ കോമൺ മോഡിൽ വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ദിസ് ഇൻപുട്ട് ആണ്. അപ്പം കോമൺ മോഡ് ഗെയിൻ നമുക്ക് അവിടെ പറയാം AC is equal to ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, വെയർ ഇൻപുട്ട് is V1 plus V2 by 2. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? AD VD പ്ലസ് AC VC. ഈ രണ്ട് മോഡിലും, അതായത് രണ്ട് രീതിയിലും നമുക്ക് സിഗ്നൽസ് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് AD VD പ്ലസ് AC VC ആയിരിക്കും. അതായത് രണ്ട് മോഡിലെയും പ്രസൻ്റ് ആയിരിക്കും. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു ടേം വരെ പറയാം, ഒരു ഒപ്പാമിൻ്റെ ഒരു പാരാമീറ്റർ വരെ നമുക്ക് പറയാം. പാരാമീറ്റർ ഞാൻ പറഞ്ഞു വരാം കേട്ടോ. CMRR എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ നമുക്ക് പറയാം. നമുക്കറിയാം. ഇപ്പോൾ ഒപ്പാമിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വോൾട്ടേജ് ഗെയിൻ. ഐഡിയൽ ഒപ്പാം. ഐഡിയൽ കേസിൽ ഓപ്പാം എന്ന് പറയുമ്പം ഐഡിയൽ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഗുഡ് ആംപ്ലിഫയറിൻ്റെ കേസസ് ഒക്കെ എന്താണ്, ഹൈ ഗെയിൻ ആയിരിക്കണം, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കണം, ദെൻ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിരിക്കണം, അല്ലേ? ഇവിടെ നമുക്ക് ഹൈ ഗെയിൻ എന്ന് പറയുമ്പോൾ ഐഡിയൽ കേസിൽ നമുക്ക് ഇൻഫിനിറ്റ് ഗെയിൻ, അതുപോലെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കണം എന്ന് പറയുമ്പം ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ്, അല്ലേ? ദെൻ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിരിക്കണം ഐഡിയൽ കേസിൽ 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു ടേം ആണ് സീറോ ഓഫ്സെറ്റ് വോൾട്ടേജ്. ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്ന ആ ഒരു ടേം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻപുട്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെയും, ഇൻപുട്സ് 0 ആണെങ്കിൽ പോലും ഔട്ട്പുട്ടിലൊരു ചെറിയ വോൾട്ടേജ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു വോൾട്ടേജിനാണ് നമ്മൾ ഓഫ്സെറ്റ് വോൾട്ടേജ് പറയുന്നത്. ആ ഓഫ്സെറ്റ് വോൾട്ടേജ്, അതായത് പ്രാക്ടിക്കലി ഒരു ചെറിയ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും ഒപ്പാമിനുണ്ടാവും. അത് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യണം, അല്ലേ? അത് നമ്മൾ നള്ളിഫൈ ചെയ്താൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ഒരു ഒപ്പാമാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനെ നള്ളിഫൈ ചെയ്യാൻ നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കണം,
0 ആയിരിക്കണം. അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് കുറവാണെങ്കിൽ ബെറ്റർ ആംപ് ആണെന്നോ അല്ലെങ്കിൽ ബെറ്റർ ഇൻപുട്ട് ടെർമിനൽസ് മാച്ച്ഡ് ആണെന്നോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആയിരിക്കണം. ഗെയിൻ ആണെങ്കിൽ ഗെയിൻ ഇൻഫിനിറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കണം. ദെൻ ഇൻഫിനിറ്റ് CMRR ആയിരിക്കണം. CMRR എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതായത് നമ്മൾ ഈ ഓപ്പാം എന്ന് പറയുന്നത് 2 മോഡ്സിലും വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഡിഫറൻഷ്യൽ മോഡ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം. ഡിഫറൻഷ്യൽ മോഡ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആംപ്ലിഫിക്കേഷൻ ബെറ്റർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഡിഫറൻഷ്യൽ മോഡ് ബെറ്റർ ആവണമെങ്കിൽ കോമൺ മോഡ് റിജക്റ്റ് ചെയ്യണം. ഡിഫറൻഷ്യൽ മോഡ് കൂടുതലായിരിക്കണം, കോമൺ മോഡ് കുറവായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. നോക്കിയേ, CMRRന്റെ ഇക്വേഷൻ നോക്കിയേ. CMRR അല്ലെങ്കിൽ റോ AD/AC. AD എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ മോഡിന്റെ ഗെയിൻ, AC എന്ന് പറയുന്നത് കോമൺ മോഡിന്റെ ഗെയിൻ. അപ്പൊ കോമൺ മോഡിന്റെ ഗെയിൻ എപ്പോഴും കുറഞ്ഞിരുന്നാൽ മാത്രമേ കോമൺ മോഡ് നെഗ്ലക്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലേ? അപ്പം കോമൺ മോഡ് കുറഞ്ഞിരിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്തായിരിക്കും? CMRR കൂടുക എന്ന് പറയുന്നത് എന്തായിരിക്കും? നോയ്സ് റിജക്ഷൻ കൂടുക. ഓക്കെ, അതായത് ഡിഫറൻഷ്യൽ മോഡ് കുറവായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ നോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നോയ്സിനെ ആയിരിക്കും ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ മോഡ് കുറച്ചാൽ മാത്രമേ നമുക്ക് ഡിഫറൻഷ്യൽ മോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ, നോയ്സ് കുറയുള്ളൂ, നോയ്സ് റിജക്ഷൻ കൂടുകയുള്ളൂ. ഇതിന് പറയുന്ന വേറൊരു പേരാണ് എന്താണ്? ഫിഗർ ഓഫ് മെറിറ്റ്. ഇനി സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ടൈം. അതായത് എത്ര സ്പീഡിൽ അല്ലെങ്കിൽ എത്ര സൈമിൾട്ടേനിയസ്ലി ഔട്ട്പുട്ട് വോൾട്ടേജിന് ചേഞ്ച് വരും വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ചസ്. അതാണ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് S = ഡെൽറ്റ V ഔട്ട് ബൈ ഡെൽറ്റ T, ടൈമിനനുസരിച്ച് ഉള്ള ഒരു വേരിയേഷൻ. ഓക്കെ, അപ്പൊ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും ഇതിന്റെ യൂണിറ്റ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വരുന്നൊരു ഇക്വേഷൻ ആണ് 2π/FVM V/S. ഓക്കെ, അതായത് VM എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതായത് മാക്സിമം ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി. ഓക്കെ, മാക്സിമം അല്ലെങ്കിൽ ഫ്രീക്വൻസി ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്ലീവ് റേറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? 2πVM, അത്രയും ഹേർട്സ്. ഓക്കെ, പിന്നെ വരുന്നൊരു പോയിന്റ് ആണ് പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ. ഓക്കെ, സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന അനുസരിച്ച് ഓഫ്സെറ്റ് ഇൻപുട്ട് വോൾട്ടേജിന് വരുന്ന ഒരു ചേഞ്ച് ആണ്. അപ്പോൾ അത് 0 ആയിരിക്കണ്ടേ? ഓഫ്സെറ്റ് ഇപ്പോഴും 0 ആയിരിക്കണം. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതാണ് ഈ പവർ സപ്ലൈ എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഓഫ്സെറ്റിന് എന്ത് ചേഞ്ച് വരുന്നു? അപ്പോൾ ഡെൽറ്റ ഓഫ്സെറ്റ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സപ്ലൈ വോൾട്ടേജ്, ഇതാണ് ഇത്. അപ്പൊ ഇത് 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും നമുക്ക് മൈക്രോ വോൾട്ട് പെർ വോൾട്ട് അല്ലെങ്കിൽ നമുക്ക് dBയിൽ പറയാം. ഓക്കെ, അപ്പം എത്ര പവർ സപ്ലൈ എത്രത്തോളം ഒപ്പാം ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഈ ഒരു ടേം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ടേംസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ബയാസ് കറണ്ട് മിനിമം ആയിരിക്കണം. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, അതായത് രണ്ട് ഇൻപുട്സിലും വരുന്ന ഓൾജിബ്രായിക് ഡിഫറൻസ്. അപ്പം ആ 2 ടേംസും കൂടി പറയാം. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുമ്പം ഓക്കെ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഓൾജിബ്രായിക് ഡിഫറൻസ് ഓഫ് ഓരോ ബേസിലേക്കും കൊടുക്കുന്ന കറണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററിലോട്ട് തന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ട്രാൻസിസ്റ്റർ ഇൻപുട്ട് തന്നെയാണ് ഈ 2 ഇൻപുട്ട് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 ട്രാൻസിസ്റ്റേഴ്സ് ഡയറക്റ്റ് കപ്പിള്
ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, ഈ ബേസിലോട്ട് വരുന്ന ഇൻപുട്സ് ആണ്. അപ്പോൾ ഈ ബേസിലോട്ട് വരുന്ന ഇൻപുട്സിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതാണ് ഐഡിയൽ കണ്ടീഷനിൽ. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ബയാസ് കറണ്ട്. ഇൻപുട്ട് ബയാസ് കറണ്ട് അപ്പോൾ ഇവിടെ വരുന്നത് IB എന്ന് പറയണത് ഇതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കണം. ആവറേജ് ആയിരിക്കണം അത്, ആൻഡ് അതൊരു മിനിമം ആയിരിക്കണം. ഓക്കെ അല്ലേ? പിന്നെ വരുന്നത് ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് ആണ്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ഈ ഒപ്പാമ്പിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാതെ മാക്സിമം എത്ര സപ്ലൈ വോൾട്ടേജ് നമുക്ക് കൊടുക്കാം, ഇൻപുട്ട് വോൾട്ടേജ് എത്ര മാക്സിമം കൊടുക്കാം എന്നുള്ളതാണ് പിന്നെ വരുന്നത് ഒരു ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിർച്വൽ ഷോർട്ട് ആൻഡ് വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് കോമൺ മോഡ് വരുന്നൊരു കേസ് ഞാൻ പറഞ്ഞു അല്ലേ. ആക്ച്വലി അതായത് നമുക്ക് ഈ വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശരിക്കും നമ്മൾ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഈ രണ്ട് ഇൻപുട്സും, അതായത് V1 V2 ഇന്റേണലി ഇറ്റ് ഇസ് ഷോർട്ടഡ് അല്ലെങ്കിൽ ഓപ്പൺ എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഷോർട്ടഡ് ആണെന്ന് പറഞ്ഞാൽ സെയിം പൊട്ടൻഷ്യലിലാണെന്ന് അർത്ഥം അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആവുന്നത്, ഈ വിർച്വൽ ഗ്രൗണ്ട് എന്നൊരു കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആവുന്നത് ചില കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അതായത് ഈ ഒപ്പാം ഐഡിയൽ ആണ്, ഓക്കെ, ആൻഡ് ഇതൊരു ക്ലോസ്ഡ് ലൂപ്പുള്ള ഒരു ഒപ്പാമാണ്. അതായത് ഫീഡ്ബാക്ക് ഇസ് എസെൻഷ്യൽ. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, ഫീഡ്ബാക്ക് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് എങ്കിൽ, ഓക്കെ, ഈ ഒരു 3 കൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് വിർച്വൽ ഷോർട്ട്, അതിൽ ഫസ്റ്റ് വരുന്നതാണ് വിർച്വൽ ഷോർട്ട്. അതായത് നമുക്ക് ഐഡിയൽ കേസസിൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താ, ഗെയിൻ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റ് ആണ്. ഐഡിയലി ഗെയിൻ ഹൈ ആയിരിക്കണം, ഇൻഫിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പം നമ്മുടെ ഈ ഗെയിൻ്റെ ഇക്വേഷൻ വരണം എന്താ, V0/VD. ഓക്കെ, ഇത് ഇൻഫിനിറ്റ് ആവണമെങ്കിൽ ഈ VD എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് V1 - V2 = 0 ആയിരിക്കണം. ദാറ്റ് ഇസ് V1 = V2 എന്നൊരു കണ്ടീഷൻ അവിടെ വരണം അല്ലേ. V1 = V2 എന്ന് പറയുമ്പോൾ ഈ തമ്മിൽ ഷോർട്ടാണ്, ഇങ്ങനെയായിരിക്കും, സെയിം ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് എന്താ, വിർച്വൽ ഷോർട്ട് ആണെന്ന് പറയാൻ അതായത് രണ്ട് ഈക്വൽ പൊട്ടൻഷ്യൽ ആണ് എന്നുള്ളതാണ്. പക്ഷെ പ്രാക്ടിക്കലി ആണോ, അല്ല. ഇനി വേറൊരു കേസാണ് വിർച്വൽ ഓപ്പൺ എന്നും പറഞ്ഞിട്ടൊരു കേസും കൂടിയുണ്ട്. വിർച്വൽ ഓപ്പൺ, അതായത് നമുക്കറിയാം ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആകുമ്പോൾ രണ്ട് ഇൻപുട്സിലോട്ടും പോകുന്ന ആ ഒരു കറണ്ട്, ഇപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ IP എന്ന് വിചാരിക്കുക, ഇത് നെഗറ്റീവ് ആണെങ്കിൽ IN എന്ന് വിചാരിക്കുക. IP = IN = 0. അതായത് ഇത് ആക്ച്വലി ഓപ്പൺ സർക്യൂട്ടാണ്. അതായത് എങ്ങനെ, വിർച്വലി ഓപ്പൺ സർക്യൂട്ടാണ് ഐഡിയൽ കേസ് നോക്കുമ്പോൾ. പക്ഷെ ഓപ്പൺ ആണോ, അല്ല. അപ്പം ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്താ പറയുക, സർക്യൂട്ട്സ് വരുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതായത് രണ്ട് പൊട്ടൻഷ്യലും ഈക്വൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ഓക്കെ, ഇതിൻ്റെ അതായത് പോസിറ്റീവ് ടെർമിനൽ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക ആണെങ്കിൽ അത് വിർച്വൽ ഷോർട്ട് ആണെന്ന് നമ്മൾ അസംഷൻ ചെയ്യുകയാണ്. ഓക്കെ, അതായത് വിർച്വലി ഗ്രൗണ്ട് ആണെന്നുള്ള രീതിയിൽ. അതാണ് ഈ വിർച്വൽ ഗ്രൗണ്ടിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ
ഇപ്പോൾ ഇത് വരുമ്പോൾ സർക്യൂട്ട് അനാലിസിസ് വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഒപ്പാമിൻ്റെ ഓരോ കമ്പാരിസൺസ് നോക്കുകയാണെങ്കിൽ 7417 ഐഡിയൽ. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് 2 മെഗാ ഓം ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുക, ഐഡിയൽ കേസിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഓഫ്സെറ്റ് വോൾട്ടേജും ദെൻ PSSR, അതായത് പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ, IB, പിന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് 0 ആണ്, ബാക്കിയെല്ലാം ഇൻഫിനിറ്റി ആണ്. ഇനി മെയിൻ വാല്യൂസ് വരുമ്പോൾ 7417 വാല്യൂസ് വരുമ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് 2 മെഗാ ഓം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 75 ഓം, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് 2 × 10⁵, അതായത് ഡി ബിയിൽ പറയുകയാണെങ്കിൽ 10⁶ dB, ആൻഡ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1 MHz, CMRR 90 dB, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് 6 mV, സ്ലീവ് റേറ്റ് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്, PSSR 150 മൈക്രോ വോൾട്ട് പെർ വോൾട്ട്, ഇൻപുട്ട് ബയാസ് കറണ്ട് 500 നാനോ ആംപിയർ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് 200 നാനോ ആംപിയർ. ഇത്രയും വാല്യൂസ് എക്സാമിന് ചോദിക്കാറുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഒപ്പാമിൻ്റെ കോൺഫിഗറേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് 2 ഡിഫറെൻറ്റ് മോഡ്സിൽ ഇതിനെ യൂസ് ചെയ്യാം. ഒന്ന് ഓപ്പൺ ലൂപ്പ് മോഡ്, ദെൻ സെക്കൻഡ് വൺ ഇസ് ക്ലോസ് ലൂപ്ഡ് മോഡ്. ഓപ്പൺ ലൂപ്പിൽ നമുക്ക് ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒപ്പാമിനെ യൂസ് ചെയ്യാം. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കമ്പാരറ്ററൊക്കെ വരുമ്പോൾ നമുക്ക് ഫീഡ്ബാക്കിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, ജസ്റ്റ് കമ്പാരിസൺ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഓപ്പൺ ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലോസ്ഡ് ലൂപ്പിൽ വരുമ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് റിട്ടേൺ ചെയ്യേണ്ട സർക്യൂട്ട്സിലൊക്കെയാണ് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ലൂപ്പ് പഠിച്ചത് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നലും ഒറിജിനൽ സിഗ്നലും ഇൻ ഫേസ് ആണ്, ആൻഡ് ഇതിന് യൂസ് ചെയ്യുന്നത് ഓസിലേറ്റേഴ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദെൻ ഷ്മിറ്റ് ട്രിഗേഴ്സിലും. ദെൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫീഡ്ബാക്കേഴ്സ് ആൻഡ് ഒറിജിനൽ സിഗ്നൽ തമ്മിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ആംപ്ലിഫയേഴ്സ്. ഈ ഒപ്പാമിൻ്റെ ഓരോ കോൺഫിഗറേഷൻസ് ആണ്: ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ആഡർ, സബ്ട്രാക്ടർ, ഇൻറ്റഗ്രേറ്റർ, വോൾട്ടേജ് ഫോളോവർ, ഡിഫറൻഷിയേറ്റർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. ഇത് കൂടാതെ നമ്മൾ പഠിക്കുന്ന 2 കാര്യങ്ങളുണ്ട്, കമ്പാരക്ടറും. ഇത് ക്ലോസ്ഡ് ലൂപ്പാണ്. ഓക്കെ, അപ്പം ഇതിൽ കമ്പാരറ്റർ വരുന്നുണ്ട് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ. കമ്പാരറ്ററിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്, വിത്ത് ഫീഡ്ബാക്ക് ആണ് ഈ ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിലേക്ക് നമുക്ക് ഇൻവേർട്ടിംഗ് ടേമിലേക്കാണ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇൻവേർട്ടിംഗ് ടേമിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ടേം എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യുന്ന ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു സൈൻ വേവ് ആണ് കൊടുക്കണമെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത് വരുന്ന ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കൊസൈൻ ആയിരിക്കും. അതായത് ഇൻവേർട്ടിംഗ് ടേമിലോട്ട് കൊടുക്കുന്നത് കൊണ്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ, അനലൈസിസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ വി ഇൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? I × R1 ആയിരിക്കും. ഓക്കെ, വി ഔട്ട് എന്ന് പറയണത് എന്തായിരിക്കും? -I × RF ആയിരിക്കും. ഇവിടെ വരുന്നതായിരിക്കും വി ഔട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇത് വിർച്വലി ഗ്രൗണ്ട് അല്ലെങ്കിൽ വിർച്വൽ ഗ്രൗണ്ട് എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അതായത് എങ്ങനെ വന്നു എന്നുള്ളൊരു സർക്യൂട്ട് അനാലിസിസിൻ്റെ ഒരു ആവശ്യം ശരിക്കും വരുന്നില്ല. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഓർക്കുക, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് -RF × R1 ആണ്, ആൻഡ് ഇത് നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ടേമിലോട്ട്, പോസിറ്റീവ് ടേമിലോട്ട് ഇൻപുട്ട് കൊടുക്കും. ഇത് എന്തായിരിക്കും? ഫീഡ്ബാക്ക് വഴി ഗ്രൗണ്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഗെയിൻ എന്ന് പറയുന്നത് AV = 1 + RF/R1. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഫേസ് ഷിഫ്റ്റാണ് വരണേ? 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് വരുന്നത്. ഓക്കെ,
ഇനി സമ്മിങ് ആംപ്ലിഫയർ, അത് അഡീഷൻ. ഒരു ഇൻപുട്ടിനേക്കാളും കൂടുതൽ ഇൻപുട്ട് ടെർമിനൽസ് വരികയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും കൂടി അഡീഷൻ കൊടുക്കണം. അഡീഷനിൽ തന്നെ ഇൻവേർട്ടിങ് ആഡറും ഉണ്ട്, നോൺ ഇൻവേർട്ടിങ് ആഡറും ഉണ്ട്. അപ്പോൾ ഇൻവേർട്ടിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഇൻവേർട്ടിങ് ടെർമിനലിലോട്ട് കണ്ട 3 ഇൻപുട്ട് കൊടുത്തിരിക്കുക, ഇത് 3 കൂടി ആഡ് ചെയ്ത് വേണം ഇവിടെ വരാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം, ഞാൻ ഇത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഇൻവേർട്ടിങ് ആംപ്ലിഫയറിന്റെ മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ ഒരു R1 എന്നൊരു സംഭവമായിരുന്നല്ലോ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ ടേമിലും എടുക്കുകയാണെങ്കിൽ, ഓരോ ടെർമിനലിലും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ എഫ് ബൈ ആർ ഇൻ 1, ഓക്കെ, ഇൻറ്റു, അതായത് വി ഔട്ട് എന്ന് പറയുന്നത് ആർ എഫ് ബൈ ആർ ഇൻ 1 ഇൻറ്റു വി ഇൻ 1 പ്ലസ് വീണ്ടും മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ 2 ഇൻറ്റു വി ഇൻ 2 പ്ലസ് വീണ്ടും മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ 3 വി ഇൻ 3. ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഒന്നിച്ച് നെഗറ്റീവ് എല്ലാം പുറത്തെടുത്ത് മൈനസ് ഓഫ് ആർ എഫ് ബൈ ആർ ഇൻ 1 ഇൻറ്റു വി 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഇൻ 2 ഇൻറ്റു വി 2 പ്ലസ് ആർ എഫ് ബൈ ആർ ഇൻ 3 ഇൻറ്റു വി 3. ഓക്കെ, ഇനി ഇവിടെ സപ്പോസ് നമ്മൾ ഈ കൊടുക്കുന്ന ആർ എഫ് ആർ ഇൻ 1, ആർ ഇൻ 2, ആർ ഇൻ 3 എല്ലാം ഒരേ സെയിം വാല്യൂ ആർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ എല്ലാം 6 കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? എല്ലാം 1 ആവും അല്ലേ? അപ്പം നമുക്ക് ഫൈനലി എന്ത് വരണം? V0 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് V1 പ്ലസ് V2 പ്ലസ് V3. അഡീഷൻ ആയോ? അപ്പം നെഗറ്റീവ് സം ഓഫ് ദ ഇൻപുട്ട് വരെ. എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻവേർട്ടിംഗ് ആഡറിലോട്ടാണ്, ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് കൊടുത്തിരിക്കുന്ന കാരണം നെഗറ്റീവ് വന്നു. ഓക്കെ, ഇതിനി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലോട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ജസ്റ്റ് അതിൻ്റെ അഡീഷൻ, പോസിറ്റീവ് അഡീഷൻ വരും. ഓക്കെ, 0 ഫേസ് ഷിഫ്റ്റ് ആയത് കാരണം. ഇനി നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ നമ്മൾ 2 ഇൻപുട്സിലോട്ട് ഓരോ ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ത് കേസാണെന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ടിലും ഈ പറയുന്നത് എങ്ങനെയാ വരുന്നത്? ഗെയിൻ വരുന്നത് ആർ എഫ് ബൈ ആർ 1 ഇൻറ്റു വി 1 മൈനസ് വി 2. സപ്പോസ് ഇതെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ, ഈ റെസിസ്റ്റേഴ്സ് എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇത് ടേം 1 ആവും, V1 മൈനസ് V2 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് പറയാവുന്നത് ഉള്ള ഒരു ഐറ്റം ആണ് ശരിക്കും ഇത്. അതായത് ഇപ്പോൾ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ V2 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് വി എടുക്കണം അല്ലേ? അപ്പോൾ വി എടുക്കണമെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് എന്നൊരു കേസ് വരുമ്പോൾ എന്ത് സംഭവിക്കണം? 1 പ്ലസ് ആർ എഫ് ബൈ ആർ 1 എന്നൊരു ഗെയിൻ ഇൻറ്റു V1 ആയിരിക്കണം. അതായത് VA ആയിരിക്കണം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ VA എന്ന് പറയുന്നത് ഈ പോയിന്റിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ് അല്ലേ? അപ്പോൾ V1ൻ്റെ വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുമ്പോൾ എന്താ? RF ഇൻറ്റു V1 ബൈ R1 പ്ലസ് RF. ഇതാണ് VA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഫൈനലി നമുക്ക് RF ബൈ R1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഒരു പൊതുവെയുള്ള ഇക്വേഷൻ. ഇതാണ് RF ബൈ R1 ഇൻറ്റു V1 മൈനസ് V2. ഇവിടെ നമ്മൾ RFും R1ഉം ഈക്വൽ ആവുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ V0 ഇസ് ഈക്വൽ ടു V1 മൈനസ് V2 നമുക്ക് കിട്ടും ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് ആംപ്ലിഫയർ എന്നുള്ളത് ഒരു സബ്ട്രാക്ടറായിട്ട് അവിടെ മാറുകയാണ്. സെയിം സർക്യൂട്ട് തന്നെ. ഇനി നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റർ. അപ്പം ഇൻ്റഗ്രേറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമുക്ക് ഒരു ഇൻ്റഗ്രേറ്റർ എന്ന് പറയുമ്പോൾ പൊതുവെ ഓക്കെ
പൊതുവെ ഒരു ഇൻറ്റഗ്രേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്തിനെ? ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് അല്ലേ? ഇൻപുട്ട് നമ്മൾ വോൾട്ടേജിലാണ് കൊടുക്കുന്നത്, അപ്പം ഔട്ട്പുട്ട് നമുക്ക് വോൾട്ടേജിൽ തന്നെ കിട്ടണം. അതാണ് ഒരു ഇൻറ്റഗ്രേറ്ററിൽ വേണ്ടത് അല്ലേ? അപ്പം നമുക്കൊരു സാധാരണ റെസിസ്റ്റൻസ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ കപ്പാസിറ്ററിൽ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു കൺസെപ്റ്റ് ഇല്ല അല്ലേ? നമ്മളൊരു കറണ്ട് കൊടുക്കും, ഇൻറ്റഗ്രേഷൻ ആണ് നോക്കണമെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷനിൽ എന്ത് വരും? വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 1/C ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി. ഇതാണ് ഇൻറ്റഗ്രേഷൻ നടക്കുന്നത് അല്ലേ? അതായത് കറണ്ട് ഇൻപുട്ട് ആയിരിക്കണം, ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കണം. അതായത് ഈ കപ്പാസിറ്ററിൻ്റെ ഇൻപുട്ട് ഒരു കറണ്ട് വരണം, ഔട്ട്പുട്ട് നമുക്കൊരു വോൾട്ടേജ് എടുക്കണം. ഓക്കെ, പക്ഷെ നമ്മുടെ ഇൻപുട്ട് എന്താ? നമ്മുടെ ഇൻപുട്ട് ഒരു വോൾട്ടേജാണ്. അപ്പം നമുക്ക് ഇവിടെ ഈ വോൾട്ടേജിനെ കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു എലമെന്റ് വെക്കണം. അപ്പോൾ അതെന്താണ്? റെസിസ്റ്റർ. ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നതിനെ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് ആ കറണ്ടിനെ കപ്പാസിറ്റർ വഴി വോൾട്ടേജ് ആക്കുക. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇൻപുട്ടിൻ്റെ അവിടെ ഒരു റെസിസ്റ്റൻസും വരും, ദെൻ കപ്പാസിറ്റർ എവിടെ വരും? ഈ ഫീഡ്ബാക്ക് പാത്തിൽ വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമുക്കൊരു ഇൻപുട്ട് ഓഫ്സെറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസിൽ ചെറിയ പ്രശ്നം വന്നിട്ട് ഓഫ്സെറ്റിൽ പ്രശ്നം വന്നിട്ട് ഓഫ്സെറ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ കിടക്കുന്നത്, കോമ്പൻസേഷൻ റെസിസ്റ്റൻസ്. അത് R1 ഇസ് പാരലൽ ടു RF, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ ഈ കപ്പാസിറ്ററിൻ്റെ കേസ് വരുമ്പം ലോ ഫ്രീക്വൻസിയിൽ ഈ കപ്പാസിറ്റി ഇമ്പിഡൻസ് കൂടുതലായിരിക്കും അല്ലേ? കപ്പാസിറ്റീവ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 1/2πfc. അപ്പോൾ ഫ്രീക്വൻസി കുറയുമ്പോൾ ഇമ്പിഡൻസ് കൂടും. ഇമ്പിഡൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതുവഴി പാത്ത് ഉണ്ടാവുമോ? കറണ്ട് ഫ്ലോ നടക്കില്ല. അപ്പോൾ ആ കറണ്ട് ഫ്ലോ നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസും കൂടി കൊടുക്കുന്നു. അപ്പോൾ ഈ ഓപ്പൺ ലൂപ്പിൻ്റെ ഒരു പ്രശ്നം ആര് ഓവർകം ചെയ്യും? ഓപ്പൺ ലൂപ്പ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസിയുടെ പ്രശ്നം ഈ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് ഇക്വേഷൻ വരുന്നത് വി ഔട്ട് ഇസ് ഈക്വൽ ടു -1/RC ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് VN/dt പ്ലസ് C. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? വേവ് ജനറേറ്റേഴ്സ്, ADC, അതേപോലെ ലോ പാസ് ഫിൽട്ടർ ആയിട്ടൊക്കെ ഇൻറ്റഗ്രേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഓരോ വേവ് ഫോമിന് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ പറഞ്ഞത് നോക്കാം. സ്റ്റെപ്പാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും? റാമ്പ് വരും. ദെൻ സ്ക്വയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ട്രയാങ്കിൾ വരും. ദെൻ ഒരു സൈനാണ് കൊടുക്കണമെങ്കിലോ കൊസൈൻ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഇതിൻ്റെ ഒരു ഗെയിൻ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിലേ, ഇത് ഗെയിൻ, ഇത് ഫ്രീക്വൻസി. ഓക്കെ, ഇത് ഗെയിൻ ഇൻ dB. അപ്പോൾ ഇവിടെ നമുക്ക് ഗെയിൻ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വന്നിട്ട് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇത് ഡൗൺ ആവും. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഡൗൺ ആവും. ആ ഡൗൺ ആവുന്ന ആ ഒരു ഫ്രീക്വൻസി FB, അതായത് ഇതൊരു -3 dB ഫ്രീക്വൻസിയാണ്. ഓക്കെ, എന്താ പറയുക, ഗെയിൻ ലിമിറ്റിംഗ് ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇത് ഫൈനലി ഗെയിൻ 0 ആണെന്ന് പറഞ്ഞാൽ യൂണിറ്റി ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയാണ് ഇതെന്ന് പറയുന്നത്. എഫ് എ എന്ന് പറയുന്നത് 10 FB ആണ്. FA is greater than FB, much greater than FB. ഓക്കെ, അപ്പോൾ ഇവിടെ FA എന്ന് പറയണത്, അതായത് യൂണിറ്റി ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി
എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് 1/2πr(c) ആണ്. ഓക്കെ, അതായത് R1C. ഇനി ഈ ഗെയിൻ ലിമിറ്റിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ -3 dB ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത് 1/2πr(f)(c) ആണ്. അതായത് ഇത്ര ഓർത്താൽ മതി, ഗെയിൻ കുറച്ച് വരിക, അതായത് ലോ ഫ്രീക്വൻസിയിൽ ഇംപെഡൻസ് കുറയുമ്പോൾ ഒരു പ്രശ്നം ആണ്. അല്ല, ലോ ഫ്രീക്വൻസിയിൽ അത് അറ്റംപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. അത് കഴിയുമ്പോഴേക്കും ഹൈ ഫ്രീക്വൻസിയിൽ ഇത് കുറഞ്ഞ് വരുന്നൊരു പ്രവണതയാണ് അല്ലേ. അപ്പോൾ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? RF ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ -3 dB ഫ്രീക്വൻസി കൊടുക്കുന്നത് FB ആണ്. FB എന്ന് പറയുന്നത് RFനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ യൂണിറ്റി ഗെയിൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് R1 ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഓർക്കുക. ഓക്കെ, ബാൻഡ് വിഡ്ത്ത്, ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് FA-FB ആണ്. ഓക്കെ, ഇതിൻ്റെ അപ്പം ഇതാണ് ശരിക്കും ആ ഒരു ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ് 1 MHz. ഓക്കെ, 1 MHz ഒരു ഇത് ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ സർക്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഇന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സിക്ക് ഒരു 0.1 മൈക്രോഫാരഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത്രയും നമ്മൾ ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്, ലെറ്റ് കൊടുത്തു കഴിയുമ്പം ആ സി ഇത് ചെയ്തിട്ട് നമ്മൾ RFൻ്റെയും ആറിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ R1 വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം അപ്പോൾ നമുക്കറിയാം പറയുന്ന ഫ്രീക്വൻസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അതായത് FA = FB എന്നൊരു കൺസെപ്റ്റിലായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ RFൻ്റെ R1 വാല്യൂ ചോദിച്ചാൽ നമുക്കത് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. MCQ ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്ത് കാണിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.